നമസ്കാരം. ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ ആ മാറ്റങ്ങൾ പുറം ലോകത്താണ് തിരയാറുള്ളത്. സത്യത്തിൽ മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. രാവിലെ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ ചിന്തകൾ എന്താണ്? ഇന്ന് വലിയ തിരക്കുള്ള ദിവസമാണല്ലോ എന്നാണോ? അതോ കഴിഞ്ഞുപോയ സങ്കടങ്ങളെക്കുറിച്ചാണോ? അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആവർത്തിക്കുന്ന ഈ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ ദിവസത്തെയും ജീവിതത്തെയും നിർണ്ണയിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വിജയവും ആകർഷിക്കാൻ സാധിക്കുന്ന ഒരു മാന്ത്രിക സമയം ഓരോ ദിവസവും നിങ്ങൾക്കുണ്ട്. അതാണ് നിങ്ങൾ ഉറക്കമുണരുന്ന ആദ്യ നിമിഷങ്ങൾ. ഈ 5 മിനിറ്റ് വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന ലളിതമായ 3 പ്രഭാതശീലങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് വെറും ഒരു മോട്ടിവേഷനല്ല, മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, കൃതജ്ഞതയുടെ ശക്തി, ദി പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ആദ്യത്തെ 5 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് നന്ദി പറയുക എന്നതാണ്. ഇതിനെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു. നമ്മളിൽ പലരും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടാണ് ദിവസം തുടങ്ങുന്നത്. എന്നാൽ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു അബണ്ടൻസ് മോഡിലേക്ക് മാറുന്നു. ശ്വസിക്കാൻ കഴിയുന്നതിന്, ശാന്തമായ ഈ പ്രഭാതത്തിന്, പ്രിയപ്പെട്ടവർ കൂടെയുള്ളതിന്, ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ പോസിറ്റീവ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ അന്ന് മുഴുവൻ പോസിറ്റീവായി നിലനിർത്താൻ സഹായിക്കും. ഓർക്കുക, നന്ദിയുള്ള മനസ്സിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കടന്നു വരികയുള്ളൂ. രണ്ടാമത്തേത് ഏറ്റവും പവർഫുള്ളായ വിദ്യയാണ് വിഷ്വലൈസേഷൻ. കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം ഇപ്പോൾ തന്നെ നേടിയതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ ആഗ്രഹിച്ച തുക വന്നതായും, നിങ്ങൾ സ്വപ്നം കണ്ട വീട് പണി പൂർത്തിയായതായും, നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും തീർന്ന് നിങ്ങൾ പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കുന്നതായും സ്വപ്നം കാണുക. ഇതൊരു ദിവാസ്വപ്നമല്ല. നിങ്ങളുടെ തലച്ചോറിന് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളും സങ്കല്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ ഇത് ആവർത്തിച്ച് സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് ആ ലക്ഷ്യങ്ങൾ നേടാനുള്ള വഴികൾ തനിയെ കണ്ടെത്താൻ തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെറും സ്വപ്നങ്ങളല്ല, അവ വരാനിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ നിഴലുകൾ മാത്രമാണെന്ന് തിരിച്ചറിയുക. മൂന്നാമതായി, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. പോസിറ്റീവായ വാചകങ്ങൾ ഉറപ്പിച്ച് പറയുക. എനിക്ക് ചുറ്റും സമൃദ്ധിയാണ്, എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ ഓരോ ദിവസവും അടുക്കുന്നു, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം എന്നെ തേടിയെത്തുന്നു. ഇങ്ങനെ 3 തവണ ഉറപ്പിച്ചു പറയുക. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത്. ഈ അഫർമേഷൻസ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായേക്കാവുന്ന മാറ്റമല്ല ഇത്. ഇതൊരു യാത്രയാണ്. 21 ദിവസം തുടർച്ചയായി ഈ കാര്യങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ചിന്താരീതിയിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലും വലിയ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാം. നാം എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് വരും എന്നതാണ് പ്രപഞ്ചത്തിന്റെ നിയമം. പരാതികൾ മാറ്റി പ്രത്യാശയുടെ ഈ പുതിയ വഴിയിലൂടെ നമുക്ക് ഒന്നിച്ച് നടക്കാം. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും വിജയം കൂടെയുണ്ടാകട്ടെ. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. വരും ദിവസങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.